2025 മെയ് മാസത്തിൽ 4 ഞായറാഴ്ചകളാണുള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ കർത്താവിൻ്റെ ഉയർപ്പ് പെരുന്നാളിന് ശേഷം വരുന്ന ഞായറാഴ്ചകളാണ് മെയ് മാസത്തിലുള്ളത്. 1-ാം തീയതി മാർ മീഖായേൽ സഹദായുടെ ഓർമ്മയാണ്. സബദി പുത്രനായ യാക്കോബ് ശ്ലീഹായും 1-ാം തീയതി തന്നെ നാം ഓർക്കുന്നുണ്ട്. 3-ാം തീയതി പാമ്പാക്കുടയിൽ കബറടങ്ങിയിരിക്കുന്ന ഭാരതസഭയുടെ 1-ാമത്തെ കാതോലിക്കയായ പരിശുദ്ധ ബസേലിയോസ് പൗലോസ് പ്രഥമൻ ബാവാതിരുമയുടെ ഓർമ്മയാണ്. 4-ാം തീയതിയാണ് പുതുഞായറാഴ്ചയ്ക്ക് ശേഷം വരുന്ന 1-ാമത്തെ ഞായറാഴ്ച. 8-ാം തീയതി യോഹന്നാൻ ശ്ലീഹായുടെ ഓർമ്മയാണ്. അതേ ദിവസം തന്നെ നിരണമ്പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന 5-ാം മാർത്തോമാ പിതാവിനെയും നാം ഓർക്കുന്നുണ്ട്. 10-ാം തീയതി തീഷ്ണവാനായ മാർ ശമൂൻ ശ്ലീഹായുടെ ഓർമ്മയാണ്. നമുക്കെല്ലാവർക്കും അറിവുള്ളതാണല്ലോ, ഏപ്രിൽ മാസം 23-ാം തീയതി ഗീവർഗീസ് സഹദായുടെ ഓർമ്മയാണ്. എന്നാൽ മലങ്കര സഭയിൽ ഏപ്രിൽ മാസം 23 മുതൽ ഏകദേശം മെയ് മാസം 15-ാം തീയതി വരെ പല ദേവാലയങ്ങളിൽ പരിശുദ്ധനായ മാർ ഗീവർഗീസ് സഹദായെ പ്രത്യേകമായിട്ട് ഓർക്കും. നമ്മുടെ കോട്ടയം മിത്രാസനത്തിൽ പുതുപ്പള്ളി പള്ളിയിൽ അതിമനോഹരമായി മലങ്കര സഭ മക്കളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന ചില സമയം കൂടിയാണ് മെയ് മാസം 6-7 തീയതികൾ. തീർച്ചയായും അത് ഏപ്രിൽ മാസം അവസാനം മുതൽ ആ ജനത്തിരക്ക് നാം അവിടെ കാണുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ച് നമ്മുടെ മെത്രാസനത്തിലെ ഒരു ദേവാലയം എന്ന നിലയ്ക്ക് വളരെ മനോഹരമായിട്ടാണ് നാം പെരുന്നാളിനെ കാണുന്നത്. 11-ാം തീയതി പുതു ഞായറാഴ്ച ശേഷമുള്ള 2-ാമത്തെ ഞായറാഴ്ചയാണ്. 15-ാം തീയതി നമുക്കറിയാം, ജനുവരി മാസം 15-ാം തീയതി വിത്തുകൾക്ക് വേണ്ടിയുള്ള പരിശുദ്ധ കന്യാമറിയാമിന്റെ മധ്യസ്ഥതയിൽ നാം അപേക്ഷിച്ചുവെങ്കിൽ മെയ് മാസം 15-ാം തീയതി കതിരുകൾക്ക് വേണ്ടിയുള്ള പരിശുദ്ധ അമ്മയുടെ പെരുന്നാളാണ്. വിത്ത് മാത്രം പോരായല്ലോ, കതിരും വേണമല്ലോ. അതുകൊണ്ട് കതിരുകൾക്ക് വേണ്ടിയുള്ള പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ പെരുന്നാളായി നാം 15-ാം തീയതി കൊണ്ടാടുന്നു. അന്നേ ദിവസം തന്നെയാണ് അന്ത്യോക്യയിലെ മാർ ഇസ്ഹാക്കിൻ്റെ പ്രത്യേകമായ ഓർമ്മ കൊണ്ടാടുന്നത്. 16-ാം തീയതി നമ്മുടെ മെത്രാസനത്തിലെ അംഗമായിരുന്ന എന്നാൽ കൊച്ചി മെത്രാസനത്തെ നയിച്ച പുണ്യവാനായ മാർ യൂഹാനോൻ സേവേറിയസ് പിതാവിൻ്റെ ഓർമ്മ ദിവസമാണ്. തീർച്ചയായിട്ടും നമുക്കത് അഭിമാനമാണ് ആ ഓർമ്മ. 18-ാം തീയതി പുതു ഞായറാഴ്ച ശേഷമുള്ള 3-ാമത്തെ ഞായറാഴ്ചയാണ്. 19-ാം തീയതി കോട്ടയം ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന പുന്നത്ര മാർ ദിവന്നാസിസ് പിതാവിനെ പ്രത്യേകമായിട്ട് നാം ഓർക്കുന്നുണ്ട്. 20-ാം തീയതി 4 ഏവങ്കലിസ്റ്റന്മാരെ പ്രത്യേകമായും അതുപോലെ തന്നെ 3 പൊതു സുന്നോസുകളിൽ പങ്കെടുത്ത പിതാക്കന്മാരെയും പ്രത്യേകമായിട്ട് ഓർക്കുന്ന ഒരു ദിവസമാണ്. 25-ാം തീയതി പുതു ഞായറാഴ്ച ശേഷമുള്ള 4-ാമത്തെ ഞായറാണ്. 26-ാം തീയതി നമ്മെ സംബന്ധിച്ച് വളരെ മനോഹരമായൊരു ദിവസമാണ്. നമ്മുടെ സഭയെ നമ്മുടെ കാലഘട്ടത്തിൽ നയിച്ച പത്തനാപുരം മൗണ്ട് താബോർ ദേറായിൽ ചാപ്പലിൽ കബറടങ്ങിയിരിക്കുന്ന പുണ്യപിതാവായ പരിശുദ്ധ ബസേലിയോസ് ദിദിമോസ് പ്രഥമൻ ബാവാതിരുമയുടെ ഓർമ്മയാണ്. തൊട്ടു പിന്നാലെ 29-ാം തീയതിയാണ് ഈ വർഷം നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണ പെരുന്നാൾ വരുന്നത്. ഉയർപ്പിന് ശേഷമുള്ള 40-ാമത്തെ ദിവസം ക്രിസ്തു ഉയർത്ത് ശിഷ്യന്മാരോടും മറ്റു പലരോടും മുമ്പാകെ പ്രത്യക്ഷനായി ദൈവവചനങ്ങളെ പകർന്നു കൊടുത്ത് അവരെ തിരസ്കരിച്ച് ഉയരങ്ങളിലേക്ക് പ്രവേശിക്കുന്ന കർത്താവിനെ നാം അവിടെ കാണുന്നു. നമുക്കും ഒരു സ്വർഗാരോഹണം ഉണ്ടാകണമെന്ന ചിന്തയിൽ നാം പ്രാർത്ഥിച്ചുകൊണ്ട് സ്വർഗാരോഹണ പെരുന്നാൾ കൊണ്ടാടുന്നു. പിതാക്കന്മാരുടെ സ്തുതിമതികളെ മധ്യസ്ഥല അഭയം പ്രാപിച്ചുകൊണ്ട് കർത്താവിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു.